കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസിന്റെ ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് MA സൈക്കോളജി ഫസ്റ്റ് ഇയറിലെ MPC 002, ദാറ്റ് ഈസ് ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം, ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പേപ്പർ അതിന്റെ സിലബസിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ കുറച്ചൊരു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ മീൻസ് മനസ്സിലാക്കാനല്ല, എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ഒരു പേപ്പറാണ് അല്ലെ. കാരണം വോം ടു ഡെത്ത് എന്ന ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ പഠിക്കുന്നത്. ആ ഒരു ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസും സ്റ്റേജസും കാര്യങ്ങളും ഒക്കെ തന്നെ അത് എല്ലാ ആസ്പെക്റ്റിലും പഠിക്കുന്നത് കൊണ്ട് നമുക്കൊരു ഇത്തിരി ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാം. അപ്പൊ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പിക്സ് എവിടെയൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൂടെ നമുക്ക് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് നമ്മുടെ റിവിഷനെ ഒന്നും കൂടെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റും അല്ലെ. കുറച്ചുകൂടെ നമ്മുടെ പഠനം എളുപ്പകരമാക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാവുന്നത് പോലെ സിലബസിൽ 4 ബ്ലോക്കാണുള്ളത് അല്ലെ. 4 ബ്ലോക്കിൽ 4 യൂണിറ്റ് വെച്ചിട്ടാണ് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ വരുന്നത്. അപ്പൊ ഈ ഓരോ ബ്ലോക്കിന്റെയും യൂണിറ്റിന്റെയും അണ്ടറിൽ നമുക്ക് എക്സാം റെലവൻസിനനുസരിച്ച് എങ്ങനെയാണുള്ളതെന്ന് യൂണിറ്റ് വൈസ്, ബ്ലോക്ക് വൈസ് ഒക്കെ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ വരുന്ന എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അപ്പോൾ എക്സാമിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് ABC എന്ന് പറഞ്ഞ 3 സെക്ഷനിലൂടെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് തരുന്നത് അല്ലെ. അപ്പൊ Aയിൽ essay ആയിരിക്കും, B പാർട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ആയിരിക്കും, C എന്ന് പറഞ്ഞാൽ വെരി ഷോർട്ട് ആൻസർ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഓക്കെ, ഇനി റിക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ ആണ് അടുത്തത് വരുന്നത്. ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ആസ്ക് ചെയ്തിട്ടുള്ള, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എവിടെയൊക്കെയാണ്, ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ്, അല്ലെങ്കിൽ ഏത് സെഷനിലാണ് നമ്മൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ. അതേപോലെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ്. ഏറ്റവും അവസാനം നമുക്ക് ഒരു 2025ന്റെ ഈ കമ്മിങ് ജൂൺ 2025 എക്സാമില് ഹൈ പ്രോബബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്കൊരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ കൂടെ ഉണ്ട്. ഒരു 2025ലേക്ക് വരാൻ സാധ്യതയുള്ള തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ കൂടെ തന്നെ അതിനൊരു മാർക്കിംഗ് സ്കീമും മോഡൽ ആൻസറും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ഗൈഡ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനെ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സും ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം ചേർത്തിട്ടാണ് ഇത് ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആദ്യത്തെ സിലബസ് മാപ്പിംഗിലേക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു ഗ്രാഫ് കാണുമ്പോൾ മനസ്സിലായിട്ടാണ് അല്ലെ, നമ്മുടെ ലൈഫ് സ്പാൻ സൈക്കോളജിയിലെ 4 ബ്ലോക്കിനും ഏകദേശം ഒരേ പ്രയോറിറ്റി ആണ് വരുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും കാണാനില്ല. അഥവാ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഒരു ബ്ലോക്ക് പോലും സ്കിപ്പ് ചെയ്യാനില്ല എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ബ്ലോക്ക് 1, 2, 3 എല്ലാം നോക്കൂ. എല്ലാത്തിൽ നിന്നും കഴിഞ്ഞ 5 വർഷകാലങ്ങളിലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് തന്നെ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പൊ ബ്ലോക്ക് 1ല് ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്കും യൂണിറ്റ്സും നിങ്ങൾക്ക് കാണാം. ഇവിടെ ബ്ലോക്കും ഈ ഒരു Y ആക്സിസിൽ യൂണിറ്റും ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റത്തെ ബ്ലോക്കില് ഏകദേശം എല്ലാ യൂണിറ്റിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്ക് വരുമ്പോൾ 2 യൂണിറ്റുകളാണ് കൂടുതൽ പ്രയോറിറ്റി വന്നിട്ടുള്ളത്. ഫോർത്ത് ബ്ലോക്ക് വരുമ്പോൾ 1 യൂണിറ്റിൽ നിന്നാണ് മെയിൻ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഫോർത്ത് ബ്ലോക്കിലെ 1 യൂണിറ്റ് തന്നെ നല്ല രീതിയിൽ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിലെ
ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഈ കാര്യങ്ങളൊക്കെയാണ്, അല്ലെ ഒരു ഇൻട്രൊഡക്ഷൻ ടു ലൈഫ് സ്പാൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. അത് 13 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ്. കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് 13 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ്. ഹൈ റെലവൻസ് ആണ് വരുന്നത്. രണ്ടാമത്തെ യൂണിറ്റ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണ്, അല്ലെ സ്റ്റേജസും ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് വരുന്നുണ്ട്, അതുപോലെ ആ ടൈമിലുള്ള എൻവയോൺമെന്റൽ ഹസാർഡ്സും ഇൻഫ്ലുവൻസസും ഒക്കെയാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് 10 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. റെലവൻസ് ഈസ് ഓൾസോ ഹൈ. ഇനി തേർഡ് യൂണിറ്റ് വരുമ്പോൾ ഇൻഫാൻസിയുടെ ഡെവലപ്മെന്റ് ആണ്. ദാറ്റ് ഈസ് ഫിസിക്കൽ, സൈക്കോളജിക്കൽ, കോഗ്നിറ്റീവ് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് 13 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഒക്കെയാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഇനി യൂണിറ്റ് 4 വരുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ് ആണ്. അതിൽ ഗ്രോത്ത്, ഹസാർഡ്സ് ഡെവലപ്മെന്റ് ആണ്. 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിന്റെ ഗ്രോത്തും ഹസാർഡ്സും ഒക്കെ പല പ്രാവശ്യമായിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു 4 യൂണിറ്റിനും ഹൈ റിലവൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ബ്ലോക്ക് വരുമ്പോൾ നമ്മള് ചൈൽഡ്ഹുഡ് ആണ്, ഏർലി ചൈൽഡ്ഹുഡ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഫസ്റ്റത്തെ യൂണിറ്റ് ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്, മോട്ടോർ സ്കിൽസ് ഒക്കെയാണ് അതിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. 11 ടൈംസ് വന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ യൂണിറ്റിൽ കോഗ്നിറ്റീവ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സെക്കൻഡ് ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡിന്റെ കോഗ്നിറ്റീവ്, സോഷ്യൽ, മോറൽ ഡെവലപ്മെന്റ്. ഇതിൽ തന്നെ പിയാഷയുടെ തിയറിയും പിയാഷയുടെ കോഗ്നിറ്റീവ് തിയറിയും പഠിക്കുന്നുണ്ട്. അതേപോലെ പിയാഷയുടെയും കോൾബർഗിന്റെയും മോറൽ ഡെവലപ്മെന്റൽ തിയറിയും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഈ രണ്ട് കാര്യങ്ങളും പലതവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി തേർഡ് യൂണിറ്റ് വരുമ്പോൾ സ്കൂളിംഗ്, ലേണിംഗ് ഡിസബിലിറ്റി. ഒരു മീഡിയം ആണ് അതിന്റെ പ്രയോറിറ്റി വരുന്നതെങ്കിലും ഈ ലേണിംഗ് ഡിസബിലിറ്റി LD എന്ന് പറയുന്ന കാര്യം അതിന്റെ റെമഡിയൽസും അതൊക്കെ കണക്ട് ചെയ്തിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് സ്കിപ്പ് ചെയ്ത് കളയാൻ പാടില്ല. ഇനി ഫോർത്ത് യൂണിറ്റ് വരുമ്പോൾ പ്രോബ്ലംസ്, റെമഡിയൽ, ഗിഫ്റ്റഡ് ഓർ ഡിസേബിൾഡ്, അല്ലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ അതുപോലെ ഡിസേബിൾഡ് ചിൽഡ്രന്റെ ഒക്കെ റെമഡിയൽ മെഷേഴ്സും അല്ലെങ്കിൽ റെമഡിയൽ പ്രോഗ്രാംസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഫോർത്ത് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തത്. ഇതും 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഹൈ തന്നെയാണ് അതിന്റെയും റെലവൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ബ്ലോക്കിലേക്ക് പോവുകയാണെങ്കിൽ തേർഡ് ബ്ലോക്കും അത്യാവശ്യം അഡോളസെൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നല്ല റെലവൻസ് ഉള്ള ഒരു ബ്ലോക്ക് തന്നെയാണ്. ഫസ്റ്റ് യൂണിറ്റിലെ അഡോളസെൻസിന്റെ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ്. 9 ടൈംസ് ആണ് വരുന്നത്. മീഡിയം എന്നുള്ള രീതിയിലാണ്. അതിൽ നമ്മൾ മെച്യോറിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലെ ഫിസിക്കൽ മെച്യോറിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ പോർഷൻസ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് പോകും. ഇനി സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ കോഗ്നിറ്റീവ് ചേഞ്ച്, പിയാഷേസ് തിയറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോഗ്നിറ്റീവ് ചേഞ്ച് ഓഫ് അഡോളസെൻസ് എന്ന് പറയുന്നത്. 10 ടൈംസ് ആണ് വരുന്നത്. അത് ഹൈ ആണ് റെലവൻസ് വരുന്നത്. ഇനി തേർഡ് യൂണിറ്റ് വരുമ്പോൾ ഈ ഒരു ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് തേർഡ് യൂണിറ്റ് ആണ്. ഐഡന്റിറ്റി, സെൽഫ് കോൺസെപ്റ്റ്, പിയർ ഗ്രൂപ്പ് ഒക്കെ വരുന്നത്. അതിൽ തന്നെ ഐഡന്റിറ്റി, സെൽഫ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അഡോളസെൻസിന്റെ കേസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അല്ലെ. അപ്പൊ അതിന് ഹൈ റെലവൻസോടുകൂടി തന്നെ അതിനെ നോക്കിക്കാണാം. ഇനി ലാസ്റ്റ് യൂണിറ്റ് വരുമ്പോൾ അഡോളസെൻസ് ഇഷ്യൂസ് ആണ്. അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതുപോലെ സെക്ഷുവാലിറ്റി, ഈ ഐഡന്റിറ്റി ഇഷ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ. ഇതിന്റെ ഒരു മീഡിയം റെലവൻസ് ആണ് വരുന്നത്, പക്ഷെ 9 ടൈംസ് പലതവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ അഡൾട്ട്ഹുഡ് ആണ്, അല്ലെ. അഡൾട്ട്ഹുഡ്, മോൾഡേജും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ബ്ലോക്കാണ് ലാസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് അഡൾട്ട്ഹുഡ് ഫിസിക്കൽ ചേഞ്ച് ആണ്. അത് ഏർലി, മിഡിൽ അഡൾട്ട്, ഓൾഡ് അഡൾട്ട്ഹുഡ് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു മീഡിയം റെലവൻസ് ആണ് വരുന്നത്. 8 ടൈംസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കോഗ്നിറ്റീവ് ചേഞ്ചസും സൈക്കോ സോഷ്യൽ ചേഞ്ചസും. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റത്തെ ഒരു ഗ്രാഫ് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 4ാമത്തെ ബ്ലോക്കിൽ ഒരു യൂണിറ്റാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ. ആ യൂണിറ്റ് എന്ന് പറയുന്നത് തേർഡ് യൂണിറ്റ് ആണ്. സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് യൂണിറ്റ് കോഗ്നിറ്റീവ് ചേഞ്ചസ് ഓഫ് അഡൾട്ട്ഹുഡ്, അതേപോലെ ഏജിങ് പ്രോസസ്സും ആണ് വരുന്നത്. തേർഡ് യൂണിറ്റിൽ സൈക്കോ സോഷ്യൽ ചേഞ്ചസ്, അതും മിഡിൽ അഡൾട്ട്ഹുഡോ അല്ലെങ്കിൽ ഓൾഡ് ഏജോ ഒക്കെ ചോദിക്കാം. അല്ലെ ഫാമിലിയും എറിക്സന്റെ തിയറിയും അതുപോലെ ഫാമിലി ലൈഫ് സൈക്കിൾ തിയറിയും ഒക്കെ വരുന്നുണ്ട്. എറിക്സന്റെ സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് എറിക്സന്റെ തിയറി ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് എഴുതേണ്ടി വരുന്നത്. അപ്പോൾ എറിക്സന്റെ തിയറി ഒക്കെ വളരെ ഇമ്പോർട്ടന്റോടുകൂടി തന്നെ, വളരെ ശ്രദ്ധയോടുകൂടി തന്നെ പഠിക്കുക. അതിന്റെ ഓരോ സ്റ്റേജസും മാറിപ്പോവാത്ത രീതിയിൽ പഠിക്കുക. അഗൈൻ ലാസ്റ്റത്തെ യൂണിറ്റ് വരുമ്പോൾ ഏജിങ് പ്രോസസ് ആൻഡ് ഇഷ്യൂസ് ആണ്. ഇതും ക്ലബ് ചെയ്തിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. വേറെ പലതിന്റെയും കൂടെ സബ് ടോപ്പിക്സ് ഒക്കെ പോലെ ക്ലബ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻസ് ആണ് ഇതിന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ 4 ബ്ലോക്കുകളുടെയും ഒരു യൂണിറ്റ് വൈസ് റെലവൻസ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ?
അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, പി ജി, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഈ ഒരു ഇത്രയും നോക്കിയതിൽ വെച്ചിട്ട് നമുക്കൊരു ടോപ്പ് 3 ഹൈ യീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ് അത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു 3 യൂണിറ്റ്സ്. ഒന്ന് ഫസ്റ്റത്തെ ബ്ലോക്കിലെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആണ് ഫസ്റ്റ് യൂണിറ്റിൽ തന്നെ. അതിൽ ഫ്രീക്വന്റ്ലി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കോൺസെപ്ച്വൽ ബേസിസ് ഫോർ എൻറ്റയർ പേപ്പർ, അല്ലെ? നമ്മൾ അതാണ് പഠിക്കുന്നത്. അതായത് ഈ ഒരു ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ഒരു ബേസിക്സ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നമ്മൾ അതിന്റെ ഒരു പിന്നെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റും അതുപോലെ ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് എന്താണ്, അതേപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം നോക്കിയിട്ട് പോകും. പിന്നെ വരുന്നത് പിയാഷയുടെയും കോൾബർഗിന്റെയും തിയറിയാണ്, മോറൽ ഡെവലപ്മെന്റ് തിയറി, അല്ലെ? അപ്പിയറിംഗ് നിയർലി അപ്രീസിയേഷൻ. അത് നമുക്കൊരു പലപ്പോഴും അത് രണ്ടും കമ്പയർ ചെയ്യുക എന്നുള്ള തരത്തിലൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത്. പിന്നെ വരുന്നത് ഇൻഫാൻസി ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ആണ്, ബ്ലോക്ക് 1 തന്നെ 3rd and 4th യൂണിറ്റ്. ഓക്കെ, ഫിസിക്കൽ, കോഗ്നിറ്റീവ്, അതേപോലെ സൈക്കോ സോഷ്യൽ ആസ്പെക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ നിന്ന് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാം പാറ്റേണിന്റെ ഒരു കോംപ്രിഹെൻസീവ് അനാലിസിസ് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് എസ്സേ ടൈപ്പ് ആണ്, അല്ലെ? എസ്സേ ടൈപ്പ് എന്ന് പറയുമ്പോൾ ലോങ് ആൻസർ ആണ്, പിന്നെ ഷോർട്ട് ആൻസർ വരും, പിന്നെ ഒരു ഷോർട്ട് നോട്ട് എന്നുള്ള രീതിയിൽ, വെരി ഷോർട്ട് ആൻസർ 50 വേർഡ്സ് എന്നുള്ള രീതിയിലൊക്കെ, അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെയുള്ള വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്നത് നമുക്ക് ഡിസ്റ്റിങ്ഷൻ, കമ്പാരിസൺ, ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ വരുന്നത് കേസ് സ്റ്റഡീസ്, ന്യൂമറിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത്. അതൊന്നും നമുക്ക് ലൈഫ് സ്പാൻ സൈക്കോളജിയിൽ അധികം വരാറില്ല, അല്ലെ? നമുക്ക് ഇതിന്റെ ഒരു ഫോർമാറ്റ് നോക്കാം. എസ്സേ എന്നൊക്കെ പറയുമ്പോൾ ലോങ് ആൻസർ ആണ്, ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഏകദേശം 10 to 15 മാർക്ക് വരുന്ന രീതിയിലാണ്, 450 വേർഡ്സിനൊക്കെയാണ് നമുക്ക് ചോദിക്കാറുള്ളത്. ഷോർട്ട് ആൻസർ എന്ന് പറയുമ്പോൾ 5 ആണ്, 5 to 6 ആണ് നമുക്ക് MA വരുന്നത്. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക്. അതിന് 200 to 250 വേർഡ്സ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, വേർഡ് ലിമിറ്റ് ചോദിക്കാറുള്ളത്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വെരി ഷോർട്ട് ആണ്, 3 മാർക്കാണ് നമുക്ക് MA വരാറുള്ളത്. 80 to 120 വേർഡ്സ് ആണ്, 100 വേർഡ്സ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, പിന്നെ വരുന്നത് കമ്പയർ ചെയ്യുക, ഡിസ്റ്റിങ്ക്റ്റ്യൂട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ടൈപ്പാണ്. അതിന് 3 to 5 വരെയാണ് മാർക്ക് വരാറുള്ളത്. അത് 100 to 150 വേർഡ്സ് ആണ് ലിമിറ്റ് വരുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റും അതുപോലെ മാർക്കിന്റെ റേഞ്ചും ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. എസ്സേ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ലോങ് ആൻസർ ആണ്, അല്ലെ? അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒരു തിയറി ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ട ഒരു ടൈപ്പ് ഓഫ് ആൻസർ ആണ് എസ്സേ ടൈപ്പിൽ വരുന്നത്. അപ്പൊ അതിന് സാധാരണ ചോദിക്കാറ് ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ, ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. 400-450 വേർഡ്സ് ഒക്കെയാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പൊ അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ അതിലൊരു കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് വരുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇനി രണ്ടാമത്തെ വരുന്നത് ഷോർട്ട് ആൻസർ ആണ്. അപ്പൊ അത് കറക്റ്റ് നമ്മളൊരു ഫോക്കസ്ഡ് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതിന് ആ ഫോക്കസ്ഡ് ഡിസ്കഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്ക്രൈബ്, എല്യൂസിഡേറ്റ്, ഡിഫറൻഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരാറുള്ളത്. 6 മാർക്സിനൊക്കെയാണ് ചോദിക്കുന്നത്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു കീ പോയിന്റ്, അല്ലെ? അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ കീ പോയിന്റ്സിലേക്ക് പോകുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, അതിനുശേഷം നമ്മൾ എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഫോക്കസ്ഡ് ഡിസ്കഷനിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇനി മൂന്നാമത് വരുന്നത് ഷോർട്ട് നോട്ട് ആണ്, വെരി ഷോർട്ട് ആൻസർ ആണ് ഇതിൽ വരുന്നത്, അല്ലെ? വളരെ ബ്രീഫ് ആയിട്ട്, ചിലപ്പോൾ ഡെഫിനിഷൻ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ റൈറ്റ് എ ഷോർട്ട് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ 2-3 മാർക്സ് ഒക്കെയാണ് വരുന്നത്. അത് ഭയങ്കര ക്രിസ്പ് ആയിട്ട് കറക്റ്റ് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ,
ഇനി വരുന്നത് കമ്പാരിസൺ, ഡെഫിനിഷൻ, ഡിസ്റ്റിങ്ഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സാധാരണ 1 to 150 വേർഡ്സ് ഒക്കെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 to 5 മാർക്സ് 4 മാർക്സ് ഒക്കെയാണ് വരുന്നത്. അത് ക്ലബ്ബ് ചെയ്തിട്ടാണ് സാധാരണ നമുക്ക് MA-ക്കാർക്ക് ചോദിക്കാറുള്ളത്. അപ്പൊ ഇതിലൊക്കെ വരുന്ന സമയത്ത് കമ്പാരിസൺ ചെയ്യുക, ഇപ്പൊ രണ്ട് തിയറീസിന്റെ കമ്പാരിസൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ തരത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 4 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുള്ളത്. ഓക്കെ, ഇനി നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കാം. ബ്ലോക്ക് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയുണ്ട് നോക്കാം. ബ്ലോക്ക് 1-ന് ഏകദേശം 25 മാർക്ക്, ബ്ലോക്ക് 2-ല് 25, ബ്ലോക്ക് 3-ല് 24, ബ്ലോക്ക് 4-ല് 26. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും, എല്ലാ ബ്ലോക്കിനും മാർക്ക് വൈസ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കാം. എസ്എ ടൈപ്പിന് ഏകദേശം 45 to 50% ഓഫ് മാർക്കാണ് വരുന്നത്. അതുപോലെ ഷോർട്ട് ആൻസറിന് 28 to 33%, ഷോർട്ട് നോട്ട്സിന് 20% ആണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു നല്ലൊരു പ്രിപ്പറേഷൻ ചെയ്യേണ്ടത്, ഒരു സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇപ്പൊ ഒരു 100 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് 3 മണിക്കൂർ സമയം എക്സാമിന് വരുന്നത്. പക്ഷെ നമുക്ക് 50 ആണ് നമ്മുടെ മാർക്ക്, 2 hours ആണ് നമ്മുടെ ടൈം. ഇതിനനുസരിച്ച് വേണം നമ്മൾ ഒരു ടൈം സ്പെൻഡ്, ഈ ഒരു എക്സാം എഴുതുന്ന സമയത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. 2 hours ടോട്ടൽ ഉണ്ടാവുമ്പോൾ എസ്എ ടൈപ്പിന് വേണ്ടിയിട്ട് ഇത്ര സമയം, ഷോർട്ട് ആൻസറിന് വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട്സിന് വേണ്ടിയിട്ട് ഇത്ര സമയം, ഷോർട്ട് ആൻസറിന് വേണ്ടിയിട്ട് ഇത്ര ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടായിരിക്കണം. 2 മണിക്കൂറിൽ ഒരു 1.25 മണിക്കൂറൊക്കെ നമുക്ക് എസ്എക്ക് വേണ്ടി മാറ്റി വെക്കാം. ബാക്കിയുള്ളതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറൊക്കെ നമുക്ക് അത്രയും ഒക്കെ വേണ്ടുള്ളൂ അല്ലെ. അല്ലെങ്കിൽ 1 മണിക്കൂർ എസ്എക്ക് വെച്ചിട്ട് അരമണിക്കൂർ ഷോർട്ട് ആൻസറിനും അരമണിക്കൂറിന് ഷോർട്ട് നോട്ട്സിനും ഒക്കെ കൊടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് വേണം എക്സാം എഴുതാനിരിക്കാൻ. കറക്റ്റ് ടൈം മാനേജ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ആൻസറും എഴുതാനുള്ള ഒരു സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് വെച്ച് നോക്കാം. ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എടുത്ത് നോക്കാം. എക്സ്പ്ലെയിൻ പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡ്യൂറിംഗ് അഡോളസൻസ്. 9 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് വൺ, ഡിസ്കസ് ദ സൈക്കോസോഷ്യൽ ചേഞ്ചസ് ഡ്യൂറിംഗ് ഓൾഡ് ഏജ്. 8 ടൈംസ് ആണ്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സ്റ്റേജസ് ഓഫ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. ക്യാരക്ടറിസ്റ്റിക്സും സ്റ്റേജസും ആണ് ചോദിച്ചിട്ടുള്ളത്. 8 ടൈംസ് ആണ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. കമ്പയർ പിയാഷെസ് ആൻഡ് കോൾബർഗ്സ് തിയറീസ് ഓഫ് മോറൽ ഡെവലപ്മെന്റ്. സെക്കൻഡ് ബ്ലോക്കിൽ വരുന്നതാണ്. ഡിസ്കസ് ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് ഓർ തിയറി ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. അല്ലെ, അത് ഇൻഫർമേഷൻ പ്രോസസിംഗ് അപ്രോച്ച് ഓർ ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം അത് അഡോളസൻസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, ഒരു അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ മോഡലൊക്കെ പോലെ നിങ്ങൾക്ക് ഡയഗ്രം ഒക്കെ വരച്ചിട്ടാണ് ഈ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആ ഡയഗ്രം ഒക്കെ ഓർത്ത് വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ വരച്ച് പഠിച്ചിട്ട് തന്നെ നിങ്ങൾ പോകണം. എന്നാലേ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 6, ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഹസാർഡ്സ് ഡ്യൂറിംഗ് ഇൻഫാൻസി ഓർ ഏർലി ചൈൽഡ്ഹുഡ്. ഇൻഫാൻസിലെയോ അല്ലെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡിലെയോ ഹസാർഡ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിഫൈൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ്. വാട്ട് ആർ ദ മേജർ ഇഷ്യൂസ് ആൻഡ് പെർസ്പെക്ടീവ്സ്. ഫസ്റ്റ് യൂണിറ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ്. എക്സ്പ്ലെയിൻ ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് ഇൻ അഡോളസൻസ്. അഡോളസൻസിന്റെ ബ്ലോക്കിൽ, തേർഡ് ബ്ലോക്കിൽ വരുന്ന ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അല്ലെ. അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു തിയറിയാണ് മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡൽ. അതിൽ നമ്മളൊരു ഡയഗ്രം ഒക്കെ വരച്ചിട്ടാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. ആ ഡയഗ്രത്തോട് കൂടെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, 9th one, ഡിസ്കസ് ദ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഡ്യൂറിംഗ് പ്രീനേറ്റൽ ഡെവലപ്മെന്റ്. പ്രീനേറ്റൽ ഡെവലപ്മെന്റിലെ എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ലേണിംഗ് ഡിസേബിലിറ്റീസ് ആൻഡ് സജസ്റ്റ് റെമഡിയൽ പ്രോഗ്രാംസ്. 6 ടൈംസ് ആണ് LDയുടെ അല്ലെ, ലേണിംഗ് ഡിസബിലിറ്റി ഡിസോർഡറിന്റെയും അതിന്റെ റെമഡിയൽ പ്രോഗ്രാംസ് ഒക്കെയാണ് ലാസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് സെക്കൻഡ് ബ്ലോക്കിലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രീക്വൻസി ടേബിൾ നോക്കാം. പിയാഷെസ് തിയറി അഡോളസൻസിൽ ഏകദേശം 9 ടൈംസ് വന്നിട്ടുണ്ട്. 6.5 ആവറേജ് മാർക്ക് വരുന്നു. സൈക്കോസോഷ്യൽ ചേഞ്ചസ്, ഓൾഡ് ഏജിലെ സൈക്കോസോഷ്യൽ ചേഞ്ചസ് 8 ടൈംസ് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. 6 മാർക്കാണ്. പ്രീനേറ്റൽ ഡെവലപ്മെന്റ് അതിന്റെ സ്റ്റേജസും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ 8 ടൈംസ് വന്നിട്ടുണ്ട്. 6 മാർക്സ് ആണ് വരുന്നത്. പിയാഷെസ് വേഴ്സസ് കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റ് 7 ടൈംസ് ആണ്.
6 ആണ് മാർക്ക് വരുന്നത്. ഇൻഫോർമേഷൻ പ്രോസസിംഗ് ഇൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് 7 ടൈംസ് അപ്പിയർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എന്നും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന ഒരു ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ഫ്രീക്വൻസി ടേബിൾ വരുന്നത്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഹസാർഡ്സ് ഇൻ ഇൻഫാൻസി ഓർ ഏർലി ചൈൽഡ്ഹുഡ് ഏതും ചോദിക്കാം. ഇൻഫാൻസിയിലേയും ചോദിക്കാം, ഏർലി ചൈൽഡ്ഹുഡിലേയും ചോദിക്കാം. 7 ടൈപ്സ് വന്നിട്ടുണ്ട്. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ ഇഷ്യൂസ്, പെർസ്പെക്റ്റീവ് ഡെഫിനിഷൻസ് ഒക്കെ 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ഐഡന്റിറ്റീസ് ക്രൈസിസ് ആൻഡ് മാർഷ്യ സ്റ്റാറ്റസ് 6 ടൈംസ് ആണ് വരുന്നത്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഇൻ പ്രീനേറ്റൽ ഡെവലപ്മെന്റിന് 6 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. ലേണിംഗ് ഡിസബിലിറ്റീസ് ആൻഡ് റെമഡീസിനും 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ 10 ടോപ്പിക്സിന്റെയും ഒരു അപ്പിയറൻസും ആവറേജ് മാർക്കും ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഇനി നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലെ, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഐഡിയ കിട്ടി. ഇനി നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, ആൻസർ എഴുതി തുടങ്ങുന്ന സമയത്ത് ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ നമ്മൾ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കണം. 5 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി വെക്കണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് എഴുതാൻ പോകുന്നത്, ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ ഒക്കെ വരുന്നുണ്ട്, അതിൽ ഇന്ന സബ് ടോപ്പിക്സുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരു ഔട്ട്ലൈൻ നമ്മുടെ ഉള്ളിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 12 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ തന്നെ essay questions ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പഴയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾ മോഡൽ എക്സാംസ് ഒക്കെ ലേൺവൈസിന്റെ മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, മിക്ക ആളുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താലും ചെയ്തില്ലെങ്കിലും പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് 2 പ്രാവശ്യമെങ്കിലും നമ്മളൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, അങ്ങനെയാ നമുക്ക് എക്സാം എഴുതുന്ന ഒരു പാറ്റേണുമായിട്ട് നല്ല രീതിയിൽ പരിചിതമാവും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ്, എഴുതിയതിനു ശേഷം, എക്സാം എഴുതി കംപ്ലീറ്റ് ആയതിനു ശേഷം ഒരു 5 to 10 മിനിറ്റ്സ് എങ്കിലും നമ്മൾ ബാക്കി വെക്കണം. എക്സാമിന് അല്ലെങ്കിൽ പെൻ ഡൗൺ പറയുന്നതിന് തൊട്ട് മുമ്പേ ഉള്ള ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റി വെക്കണം. എന്തിനാന്ന് വെച്ചാൽ എഴുതി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ആൻസർ ഷീറ്റിനൊക്കെ നല്ല രീതിയിൽ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ അണ്ടർലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ നമ്പർ ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റിവ്യൂ ടൈം, ആൻസർ ഷീറ്റിനെ റിവ്യൂവിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടൈം വെക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പക്ഷെ വലിയ വലിയ ഔട്ട്കം അല്ലെങ്കിൽ ഇമ്പാക്ട് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസിലേക്ക് പോവാം. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ് ഇഷ്യൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഏകദേശം 80% ആണ് അതിന്റെ പ്രോബബിലിറ്റി വരുന്നത്. പ്രീനേറ്റൽ ഡെവലപ്മെന്റ് രണ്ടാമത്തെ യൂണിറ്റ് 70% ആണ് പ്രോബബിലിറ്റി. ഇൻഫാൻസി, ഫിസിക്കൽ ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തേർഡ് യൂണിറ്റിന് 60 ആണ് വരുന്നത്. ഇനി 4th യൂണിറ്റ് വരുമ്പോൾ ഏർലി ചൈൽഡ്ഹുഡ്, ഗ്രോത്ത് ഹസാർഡ്സ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ അതിന് 60 ആണ് വരുന്നത്. ഇനി സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് പിയാഷന്റെയും കോൾബർഗിന്റെയും തിയറീസിൽ വരുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റും വരുന്നത്. 80% ആണ് അതിന്റെ പ്രോബബിലിറ്റി. ഇനി 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റീസും റെമഡിയൽ സ്ട്രാറ്റജീസും 60% ആണ് വരുന്നത്. ഇനി തേർഡ് ബ്ലോക്കിലെ 2ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ചേഞ്ചസും ഇൻഫർമേഷൻ പ്രോസസ്, അഡോളസെൻസിലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് 70% ആണ്. മൂന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് മാർഷ്യാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ് മോഡലിന് 60% ആണ് വരുന്നത്. 4ാമത്തെ ബ്ലോക്കിലെ സെക്കൻഡ് ആൻഡ് ഫോർത്ത് യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ്. അതായത് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജും 70%ലും ഏജിങ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ് 50%ഉം ഒരു പ്രോബബിലിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും യൂണിറ്റുകളെ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസോട് കൂടെ മാത്രം പഠിക്കുക. ഓക്കെ, അപ്പൊ ഇനി ഒരു 8 or 10 പേപ്പേഴ്സിൽ ഫസ്റ്റ് എസ്സേ ഓർ കോൺസെപ്ച്വൽ ബേസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. എസ്സേ ടൈപ്പും ഒക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ
സബ് ടോപ്പിക്സ് എൻവയോൺമെന്റൽ ഹസാർഡ്സ്, പ്രീനേറ്റൽ സ്റ്റേജസ്, അങ്ങനെയൊക്കെ പറയുന്ന ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലെ. അത് 7 to 10 ടൈംസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ വരുന്ന ഇൻഫാൻസീസ് ഡെവലപ്മെന്റ് തീംസ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 6 to 10 ടൈംസ് ഒക്കെ വരുന്നുണ്ട്. അത് ലോങ് ആയിട്ടും ഷോർട്ട് ആൻസർ ആയിട്ടും വന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് ഹസാർഡ്സും സൈക്കോ സോഷ്യൽ ക്വറീസ് ഒക്കെ 6 to 10 എന്നുള്ള രീതിയിൽ വന്ന് കണ്ടിട്ടുണ്ട്. ഏർലി ചൈൽഡ്ഹുഡിന്റെ ഹസാർഡ്സും സൈക്കോ സോഷ്യൽ ക്വറീസും ആണ് കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പിയാഷേസ് ആൻഡ് കോൾബർഗ് തിയറീസ്. ഇതിൽ നമ്മൾ പറയാത്ത ഒരു തിയറി ഉണ്ട്, എറിക്സന്റെ തിയറി. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, സൈക്കോ സോഷ്യൽ എന്ന് വരുന്നിടത്തൊക്കെ നമുക്ക് എറിക്സന്റെ തിയറിയും ഇമ്പോർട്ടന്റ് ആണ്. സോ എറിക്സന്റെ തിയറി എടുത്ത് പറയുന്നില്ല, പക്ഷെ സൈക്കോ സോഷ്യൽ എന്ന് വരുന്ന വാദങ്ങളിലൊക്കെ തന്നെ നമുക്ക് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറി വരുന്നത് കൊണ്ട് ആ തിയറിക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് ഉണ്ട്. ഓക്കെ, പിയാഷയുടെ തിയറി പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിയാണ് എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റൽ തിയറിയും വരുന്നത്. ഓക്കെ, റെമഡിയൽ ആൻഡ് ഡിസബിലിറ്റി ടോപ്പിക്സ് ഏകദേശം ഒരു സെക്ഷൻ ബിയിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. 6 or 10 ഒക്കെ മാർക്കിലേക്ക് വരാം. കോഗ്നിറ്റീവ് ചേഞ്ചസ് ആൻഡ് ഇൻഫർമേഷൻ പ്രോസസിംഗ് അഡോളസൻസ് 7 to 10 അപ്പിയറൻസ് ആണ് കാണുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ് ആൻഡ് മാഷിയാസ് ഐഡന്റിറ്റി സ്റ്റേറ്റസ്, ഇത് നമ്മുടെ അഡോളസൻസിന്റെ യൂണിറ്റിൽ വരുന്നതാണ് അല്ലെ. അതിനും നല്ല ഫ്രീക്വൻസി ഉള്ള ഒരു ടോപ്പിക്കാണ്. സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജ്, ലാസ്റ്റത്തെ ബ്ലോക്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സൈക്കോ സോഷ്യൽ ചേഞ്ചസ് ഇൻ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. അവരുടെ ഇഷ്യൂസും കാര്യങ്ങളും, പിന്നെ അതുപോലെ ഏജിങ് ചാലഞ്ചസ് ആൻഡ് ഇഷ്യൂസും 5 to 10 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പ്രയോറിറ്റി നോക്കാം. അതിൽ ഹൈ പ്രയോറിറ്റി വരുന്നത് ലൈഫ് സ്പാൻ പെർസ്പെക്റ്റീവ്, അതുപോലെ പിയാഷന്റെയും കോൾബർഗിന്റെയും തിയറി, പ്രീനേറ്റൽ ഡെവലപ്മെന്റ്, അഡോളസൻസിന്റെ കോഗ്നിറ്റീവ് ചേഞ്ച്, ഓൾഡ് ഏജ്, സൈക്കോ സോഷ്യൽ ചേഞ്ചസ്. ഇത്രയും ടോപ്പിക്സ് ആണ് ഹൈ പ്രയോറിറ്റിയിൽ വരുന്നത്. അത് കൂടുതലും ഫുൾ ലെങ്ത് ഒരു ടൈപ്പ് ഓഫ് എസ്സേ ടൈപ്പിലൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇതിനൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ഒരു ഫുൾ ലെങ്ത് ആൻസർ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചെടുക്കണം. മെമ്മറിയിൽ വെക്കാൻ കിട്ടുന്ന രീതിയിൽ ഷോർട്ട് നോട്ടുകൾ ആക്കിയിട്ടും എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിൽ പഠിച്ചെടുക്കുക. അതേപോലെ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ വേറൊരാൾക്ക് പഠിപ്പിക്കുന്ന ആർക്കെങ്കിലും നമ്മുടെ കൂടെയുള്ള സിബ്ലിങ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒന്നുമില്ലെങ്കിൽ സ്വയം കണ്ണാടിയിൽ നോക്കി പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മളെ ഓരോ ടോപ്പിക്കും പഠിപ്പിച്ചു കൊടുക്കുക, ടീച്ച് ചെയ്യുക. അതിലൂടെ നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. അതുപോലെ ഇനി ഒരു തിയറീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന് ഡയഗ്രാംസ് ഒക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ ലൈക്ക് പിന്നെ എന്താണ് ഇൻഫർമേഷൻ പ്രോസസിംഗ് തിയറി അല്ലെങ്കിൽ മാഷിയാസ് തിയറി ഒക്കെ പഠിക്കുമ്പോൾ അതിലൊക്കെ ഡയഗ്രാംസ് വെച്ചിട്ടുണ്ട് അല്ലെ. ഈ ഡയഗ്രാംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ആ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ, ഇനി മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാ? ഇൻഫൻസി ഓർ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്, ലേണിംഗ് ഡിസബിലിറ്റി, ഐഡന്റിറ്റി ക്രൈസിസ്, ഏജിങ് ഇഷ്യൂസ് ഒക്കെയാണ്. ഇതിൽ പഠിക്കാനുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത്? ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യുക. ഡെഫിനിഷൻസും ഫീച്ചേഴ്സും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഫ്ലാഷ് കാർഡുകൾ യൂസ് ചെയ്യുക. അതേപോലെ കൺസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതി പഠിക്കുക. നിങ്ങൾ ഒരു 150 to 250 ആൻസർ ഒക്കെ വരുന്നതിനെ എഴുതി തന്നെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് ചോദിക്കുമ്പോൾ നമ്മൾ ആ ഒരു എസ്സേന്റെ ഫ്ലോയിലൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കൺസൈസ് ആയിട്ടുള്ള ആൻസർ ആണ്, ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പക്ഷെ കറക്റ്റ് അവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഫോക്കസ് ചെയ്ത് എഴുതേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നുണ്ടാവും. അപ്പൊ അതിനെ നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടിനെയൊക്കെ വീണ്ടും 2 or 3 പ്രാവശ്യമൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം എക്സാമുകളിലേക്ക് പോകാൻ. ഓക്കെ, ഈ ലോ പ്രയോറിറ്റിയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഷോർട്ട് നോട്ട്സും മെത്തഡോളജി, യുണീക്ക് ഡിസോർഡേഴ്സ്, പ്രെയർ തിയറി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലോ പ്രയോറിറ്റിയിൽ വരുന്നത്. ഇതിനൊന്നും നമ്മൾ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്, ഒരു സ്കിം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകുന്ന രീതിയിലൊന്ന് പഠിച്ചു വെക്കുക, ഒരു ഓർത്ത് വെക്കുന്ന തരത്തിലൊന്ന് വായിച്ചു പോകും. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്തോ ലൈവ് സെഷൻസിന്റെ സമയത്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് പഠിച്ചു പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഹൈ പ്രയോറിറ്റി ഉള്ള അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒരു മീഡിയം പ്രയോറിറ്റി ഉള്ള ടോപ്പിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം മാത്രം ലോ പ്രയോറിറ്റിയിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും
കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. അപ്പോൾ നമുക്കറിയാം 50 ആണ് നമ്മുടെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. 2 hours ആണ് നമ്മുടെ ടൈം. എല്ലാ സെക്ഷൻസും 3 സെക്ഷൻസ് ഉണ്ടാവും. ഓൾ സെക്ഷൻസ് ആർ കമ്പൽസറി. അപ്പോൾ സെക്ഷൻ എ എന്ന് പറയുന്നത് essay ആണ്. അതിൽ 450 വേർഡ്സിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. 2 ക്വസ്റ്റ്യൻ, ഇനി ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അതിൽ 2 into 10 എന്നുള്ള രീതിയിൽ 20 മാർക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻ പ്രീനേറ്റൽ ഡെവലപ്മെന്റ് യൂസിംഗ് ദ ഫോളോയിങ് കേസ് ടേബിൾ ഫോർ റെഫറൻസ്. സജസ്റ്റ് ഹൗ ദീസ് ഫാക്ടേഴ്സ് മേ ലീഡ് ടു ഡിഫറെന്റ് ഡെവലപ്മെന്റൽ ഔട്ട്കം. ഇതിൽ ടേബിൾ എന്ന് പറയുന്നത് എന്താ? ചൈൽഡ് എക്ക് സ്ട്രോങ് ഫാമിലി ജനറ്റിക് റിസ്ക് ആൻഡ് ഹൈ പ്രീനേറ്റൽ ന്യൂട്രീഷൻ, നോ ടോക്സിൻസ്. ചൈൽഡ് ബി എന്ന് പറയുമ്പോൾ നോ ജനറ്റിക് റിസ്ക്, ലോ പ്രീനേറ്റൽ ന്യൂട്രീഷൻ, എക്സ്പോഷർ ടു ടോക്സിൻസ്. അപ്പം ഈ ഒരു 2 കേസുകളും വെച്ചിട്ട് നിങ്ങൾ ഒരു ജനറ്റിക് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഇൻ പ്രീനേറ്റൽ ഡെവലപ്മെന്റിനെ ഇന്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 കേസിന്റെയും ഒരു ഫലത്തിൽ നിങ്ങൾ അതിനെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സെക്കൻഡ് യൂണിറ്റിൽ വരുന്ന പ്രീനേറ്റൽ ഡെവലപ്മെന്റിന്റെ ആൻസർ ആണ് വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ദ സ്ട്രെങ്ത് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് പിയാഷെസ് ആൻഡ് കോൾബർഗ് തിയറീസ് ഇൻ എക്സ്പ്ലൈനിങ് മോറൽ ഡെവലപ്മെന്റ് ഇൻ മിഡിൽ ചൈൽഡ്ഹുഡ്. സപ്പോർട്ട് യുവർ ആൻസർ വിത്ത് an example of moral dilemma and provide a table contrasting key stages. ഓക്കെ, അതിൽ കോഗ്നിറ്റീവ്, സോഷ്യൽ, ഇമോഷണൽ ആൻഡ് മോറൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന സെക്കൻഡ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിലാണ് ഇതിന്റെ ആൻസർ ഇരിക്കുന്നത്. And the third question, explain the information processing approach to cognitive development during adolescence. Use the following data excerpt to analyze change in attention span and memory capacity across early, middle and late adolescence. അപ്പം average attention span, memory span ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഏകദേശം ആ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് അപ്രോച്ചിന്റെ ആ ഒരു തിയറി എന്താണെന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അതേപോലെ തന്നെ അവരുടെ അറ്റൻഷൻ സ്പാനിലും മെമ്മറി കപ്പാസിറ്റിയിലും ഒക്കെ വരുന്ന ചേഞ്ചസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് എഴുതാം. ഇനി നാലാമത്തത്, ഡിസ്ക്രൈബ് ദ മേജർ സൈക്കോസോഷ്യൽ ചാലഞ്ചസ് ഫേസ്ഡ് ഡ്യൂറിംഗ് ലേറ്റ് അഡൾട്ട്ഹുഡ്. ഡിസൈൻ എ കേസ് വിഗ്നേറ്റ്. Mrs. S, age 71, recently widowed, report loneliness and low self-worth, and analyze her situation using Erikson stage theory. See, psychosocial challenges വന്നു, അവിടെ എറിക്സൺ തിയറിയും വന്നു. ഓക്കെ, ഇനി സെക്ഷൻ ബിയിൽ വരുമ്പോൾ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. നമുക്ക് 250 വേർഡ്സ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 5 മാർക്ക് വെച്ചാണ് ക്വസ്റ്റ്യൻ വരുന്നത്. Summarize the main areas of physical and cognitive development in infancy, referring to the developmental milestones in the provided table. Sitting, walking, first words എന്നൊക്കെ വെച്ചിട്ടാണ് ഏജ് വേഴ്സസ് മൈൽ സ്റ്റോൺ ചാർട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ടേബിൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലാണ് വരേണ്ടത്. 6th one, discuss 2 common learning disabilities encountered during early school years. Use the following classroom scenario and error patterns to suggest suitable remedial strategies. Scenario എന്താ? Child with frequent reading reversals and poor match fact recall, error table provided. Okay, അപ്പം ലേണിംഗ് ഡിസബിലിറ്റിനെ വെച്ചിട്ടാണ് എല്ലാം ഒരു ഏകദേശം ഒരു ഇൻഡയറക്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഇനി 7th one, explain how identity crisis manifests in adolescence. Illustrate your answer by assigning Marcia's 4 identity statuses to the following hypothetical students. Okay, the student ABCD with varying commitment and exploration pattern. ഉദ്ദേശിച്ച വേറെ ഒന്നുമല്ല, മാഷയുടെ ഐഡന്റിറ്റി സ്റ്റാറ്റസ് തിയറി എഴുതുമ്പോൾ ആ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇനി 8, list and briefly explain 3 common aging issues experienced during middle adulthood, referring the prevalence data shown in the provided bar chart. അപ്പൊ ഇവിടെ എന്താണ്? ഏജിങ് ഇഷ്യൂസ് ആണ്, മിഡിൽ അഡൾട്ട്ഹുഡിലെ ഏജിങ് ഇഷ്യൂസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി 9 എന്താ? അനലൈസ് ദ റോൾ ഓഫ് സെൽഫ് കോൺസെപ്റ്റ് ആൻഡ് സെൽഫ് എസ്റ്റീം ഇൻ ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ്. സെൽഫ് കോൺസെപ്റ്റും സെൽഫ് എസ്റ്റീം. യൂസ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ടീച്ചർ ഒബ്സർവേഷൻ നോട്ട്സ് ടു ഐഡന്റിഫൈ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈൻസ്. ഓക്കെ, ഈ സെക്ഷൻ സിയിൽ വരുമ്പോൾ ഷോർട്ട് നോട്ടാണ് വരേണ്ടത്. ഇനി 2 ക്വസ്റ്റ്യൻ മാത്രം ആൻസർ ചെയ്താൽ മതി. ഓക്കെ, റെമഡിയൽ പ്രോഗ്രാം ഡിസൈൻ ഫോർ ചിൽഡ്രൻ വിത്ത് ഇന്റലക്ച്വൽ ഡിസേബിലിറ്റി.
അടുത്തത് ലിസ്റ്റ് ദ മെയിൻ ഒബ്സ്റ്റക്കിൾസ് എൻകൗണ്ടേർഡ് വെൻ കണ്ടക്ടിങ് റിസർച്ച് ഇൻ ലൈഫ് സ്പാൻ ഡെവലപ്മെന്റ് വിത്ത് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിന്റെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻകൗണ്ടർ ചെയ്യപ്പെടുന്ന ഒബ്സ്റ്റക്കിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് സമ്മറൈസ് ദ കോൺസെപ്റ്റ് ഓഫ് റിട്ടയർമെന്റ് ആൻഡ് ലീജർ ഇൻ ലേറ്റ് അഡൾട്ട്ഹുഡ് റെഫറൻസിങ് ദ സാമ്പിൾ വീക്ക്ലി ഷെഡ്യൂൾ ഓഫ് റിട്ടയർഡ് ഇൻഡിവിജ്വൽ. അത് നമ്മൾ ഇഷ്യൂസ് ഒക്കെ പഠിച്ച സമയത്ത് ലാസ്റ്റത്തെ ബ്ലോക്കിൽ പഠിച്ചാണ് റിട്ടയർമെന്റ് ആൻഡ് ലേഷ്യർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന തരത്തിൽ നമ്മളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുള്ളത്. ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ ജൂൺ 2025 എന്നുള്ള രീതിയിലാണ്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു നോക്കുക, വ്യക്തമായിട്ട് വായിച്ചു നോക്കുക. അതൊക്കെ ഒരു ഇൻഡയറക്റ്റ് പോലെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. അപ്പം ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ആൻസർ എക്സാമിന് എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ലൈഫ് സ്പാൻ സൈക്കോളജിയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റി കൂടുതലുള്ള ക്വസ്റ്റ്യൻസും ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട ടോപ്പിക്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലൈഫ് സ്പാൻ സൈക്കോളജി എപ്പോഴും നമുക്ക് പറ്റുന്ന അത്രയും എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ആൻസർ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ, ഒന്നും ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും എക്സാമ്പിൾസിലൂടെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തിയറീസ് ഒക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അതിൽ നമ്മൾ ഡയഗ്രംസ് ഒക്കെ വന്നിട്ടുള്ള തിയറീസ് ഒക്കെ കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ആ ഡയഗ്രംസ് വരച്ച് പഠിക്കുന്ന രീതിയിൽ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു അവസാനഘട്ട റിവിഷൻ ഒക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.